ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് എറണാകുളം പോവുകയാണ്. അപ്പോൾ എറണാകുളത്ത് എന്തിനാണ് പോകണതെന്നൊക്കെ പറയാം. ഇവിടുന്ന് നേരെ കൊല്ലത്ത് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ദു ഉണ്ടായിരുന്നു. ഇന്ദു കയറി, പക്ഷെ ഞങ്ങൾ ഒരുമിച്ചല്ല കയറിയത്. അവൾ വേറെ കമ്പാർട്ട് റൂമിൽ, ഞാൻ വേറെ കമ്പാർട്ട് റൂമിൽ. അവിടുന്ന് കയറി, അവിടുന്ന് കൊല്ലത്ത് നിന്ന് ഇങ്ങനെ കയറി അവിടെ ഞാനിവിടെ പൊക്കോണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും എന്താ നമ്മളെ പെരുമൺ പാലം എത്തി. അപ്പോൾ ദുരന്തമൊക്കെ കഴിഞ്ഞ് പെരുമൺ പാലം എത്തി. അതിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തതാണ്. നേരെ തിരുവല്ല, അതെ, നമ്മുടെ നയൻതാര ചേച്ചിയുടെയും മീരാ ജോസൻ ചേച്ചിയുടെയൊക്കെ നാടായ തിരുവല്ലയിൽ നിന്ന് ഒരാളും കൂടെ ഉണ്ടായിരുന്നു. നിത്യ ചേച്ചി ഉണ്ടായിരുന്നു. നിത്യ ചേച്ചി വേറെ കമ്പാർട്ട് റൂമായിരുന്നു. പക്ഷേ ഞങ്ങൾ എറണാകുളത്ത് വെച്ചാണ് പിന്നെ മീറ്റ് ചെയ്തത്. വന്നത് ട്രെയിൻ തന്നെ, പക്ഷേ വേറെ വേറെ കമ്പാർട്ട് റൂമായിരുന്നു. ഞങ്ങൾ അവരന്വേഷിച്ച് പോയത്. ഞാൻ ബാക്കിലാട്ടോ കയറി. അവർ രണ്ടുപേരും ഏകദേശം മിഡിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ അവരടുത്തോട്ട് പോവുമായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, ഭയങ്കര തിരക്കില്ലായിരുന്നു. ഞങ്ങൾ ടൗൺ ഹാളിലാണ് ഇറങ്ങിയത്, എറണാകുളം ടൗണിലാണ് ഇറങ്ങിയത്. നേരെ അവരടുത്തോട്ട് ഞാൻ പൊക്കോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ഇതാ ഇരിക്കുന്നത്. യെസ്, ഇതാണ് ഈ നിത്യ ചേച്ചി ഇന്ദു. നിത്യ ചേച്ചി തിരുവല്ല, ഇന്ദു കൊല്ലം, ഞാൻ പരവൂരല്ലേ. പിന്നെ അവരുമായിട്ട് നേരെ ഞങ്ങൾ പോണടത്തേക്ക്. അപ്പം ഇന്ദു ആദ്യമേ എസ്കലേറ്റർ കയറുമ്പോൾ ഞാൻ ചോദിച്ചു പെട്ടെന്ന് എത്താമെന്ന് നീ നേരത്തെ പോണേ. അവിടുന്ന് ഞങ്ങൾ നടന്നാണ് പോയത്. നടന്ന് നേരെ ആ റോഡ് വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. മെട്രോ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയാണ് നടന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വിശന്നു, രാവിലെ കയറിയല്ലേ. അപ്പം ഞങ്ങൾ എന്തോ ചെയ്തു, നേരെ എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞു പോയി. അപ്പം ഞാൻ പപ്സാണ് കഴിച്ചത്. ഞാനും നിത്യ ചേച്ചിയും പപ്സും ചായയാണ് കഴിച്ചത്. ഇന്ദു അരിപ്പത്തിരി എന്താണ് അവിടുത്തെ, എനിക്ക് കറക്റ്റ് അറിയത്തത് അരിപ്പത്തിരിയാണോ എന്തോ പത്തിരി എന്തോ പറയുന്നത്. അതായിരുന്നു. ഞാനൊരു കട്ടൻ ചായയും പപ്സും ആയിരുന്നു കഴിച്ചത്. നിത്യ ചേച്ചി ചായയും പപ്സും ആയിരുന്നു. ഇന്ദുവിന് ചായ വേണ്ടായിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ എറണാകുളം ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷനിലോട്ട് പോയി. ഓടിപ്പോയി ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് മെട്രോയിൽ പാലാരിവട്ടമായിരുന്നു പോകേണ്ടത്. അപ്പോൾ പാലാരിവട്ടത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഓടിപ്പോയി ടിക്കറ്റ് എടുക്കാനൊക്കെ പോയി. മറ്റു മെട്രോയിലൊന്നും അത്യാവശ്യം അന്നത്തെ പോലെ അത്ര തിരക്കില്ലായിരുന്നു കേട്ടോ, ഇച്ചിരി തിരക്ക് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. അപ്പോഴും എസ്കലേറ്റർ പോയപ്പോൾ ഇന്ദു ഫസ്റ്റ് പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കത് നേരത്തെ ഒത്തിരി തെരുതിയാണ്. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. സ്റ്റേഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇത് എന്നെ ഇവർ കളിയാക്കി ചിരിക്കുകയായിരുന്നു, ഇവൾ സെക്യൂരിറ്റിയുടെ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ മെട്രോ വന്നു. മെട്രോയിൽ കയറി ഞങ്ങൾ നേരെ ഇങ്ങനെ പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ മെട്രോയിൽ ഇത്തിരി തിരക്കുണ്ടായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ ഈ ഞങ്ങൾ ബൂമർ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ വെളിയിൽ കുറച്ച് വ്യൂവേഴ്സൊക്കെ ഷൂട്ട് ചെയ്തു. അവിടുന്ന് നേരെ ഞങ്ങൾ മെട്രോയിൽ വാഷ്റൂമിൽ വന്നിട്ട് പിന്നെ എൻ്റെ കുറച്ച് കോപ്രായങ്ങളാണ്. ഈ കണ്ണാടി എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ എൻ്റെ മൊബൈലിൽ പാട്ട് വെച്ചിട്ട് അത് വീഡിയോ ഓണാക്കി കുറച്ച് എൻ്റെ കോപ്രായങ്ങളായിരുന്നു. കുറച്ച് റെഡിയൊക്കെ ഫ്രഷ് ആകാൻ വേണ്ടി, മീറ്റിങ്ങിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി ഫ്രഷ് ആകാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. അവിടുന്ന് നേരെ ഓട്ടോയിലാണ് പോയത്. നമ്മൾ ഓട്ടോയിൽ പാലാരിവട്ടത്തൊട്ട് പോയി. യെസ്, അങ്ങനെ ഫൈനലി ഞങ്ങളുടെ സ്ഥലം എത്തി. ഹൈവേ ഗാർഡനിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഏകദേശം 11 മണിയായി. പക്ഷേ 11 മണി കഴിഞ്ഞു തോന്നുന്നു. ഞങ്ങൾ എത്തിപ്പിച്ച് ലേറ്റായിരുന്നു, ട്രെയിൻ ലേറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫ്രണ്ട്സിനെ കണ്ട്. ഇവരെൻ്റെ നാട്ടുകാരെന്നാണ് പറഞ്ഞത്, എന്നെ കണ്ടറിയാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിവരെ അറിയത്തില്ല. അങ്ങനെ എനിക്കൊരു ഹായ് വെച്ചോ ഇങ്ങനെ പറഞ്ഞ്. ഈ മോള് പാലക്കാടുകാരിയായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു ഈ മോളത്. അങ്ങനെ ഞാൻ ഒരു ഹായ് വെച്ചോ എന്നൊക്കെ പറഞ്ഞു. വാവേനെയും കുഞ്ഞിൻ്റെ അമ്മേനെയൊക്കെ കണ്ടു. അവരെല്ലാവരും ഒരുപാട് വർത്താനമൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. മോള് ഭയങ്കര ചില്ലി അടിച്ച് നിൽക്കുന്നൊരു കുട്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ കഴിക്കാൻ പോയി. ഉച്ചയ്ക്ക് അപ്പോൾ ഫൈനലി കഴിക്കാൻ ബിരിയാണിയാണ് കഴിച്ചത്. ഞാൻ ബീഫ് ബിരിയാണിയാണ് കഴിച്ചത്. സലാഡ് ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറ്, പപ്പടം. ഞാൻ ലിയ ചേച്ചി ഉണ്ടായിരുന്നു പാലക്കാട്. ലിയ ചേച്ചി ഇങ്ങനെ ഷെയർ ചെയ്തു. ഞാൻ ഒരെണ്ണം കഴിക്കാറില്ല, എനിക്കൊരു ബിരിയാണി കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ, ഞാൻ ഷെയർ ചെയ്തേ കഴിക്കത്തുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ അടുത്ത ബാച്ചുകാരെല്ലാവരും ഇരുന്ന് കഴിക്കുമായിരുന്നു. പിന്നെ അവരെ ഞാൻ ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് അവർ ഫൈനലി കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതാണ് നീ ഷൂട്ട് ചെയ്യാൻ വരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും അപ്പം ഇവർ കഴിച്ചുകൊണ്ട് ഞാൻ സൂം ചെയ്തെടുത്തപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു നീ എന്താ കഴിച്ചതാണോ എടുക്കാൻ വരുന്നത്. പിന്നെ വീണ്ടും നമ്മൾ മീറ്റിങ്ങിലൊക്കെ തുടങ്ങി. അപ്പം എന്നെ പഴയ ഫ്രണ്ട്സ് ഭാവനയൊക്കെ വന്നു. ഇവിടെ ഭാവനയെ പോലെ ഇരിക്കുന്ന ഋതു എന്നാണ് പേര്, ഞാൻ ഭാവനയെന്നാണ് വിളിക്കുന്നത്. ഗ്രീഷ്മ ചേച്ചി വന്നു. ഗ്രീഷ്മ ചേച്ചി ലേറ്റായിട്ടാണ് വന്നത്. ആ ഇരിക്കുന്ന കുട്ടി രമേശ് ചേട്ടൻ്റെ മകളാണെന്നാണ് പറഞ്ഞത് ആ കുട്ടി. അങ്ങനെ പിന്നെ നിത്യ ചേച്ചി, ഇന്ദു എല്ലാവരുമായിട്ട് നമ്മൾ മീറ്റിങ്ങൊക്കെ അറ്റൻഡ് ചെയ്തു. ലിയ ചേച്ചി എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്തു. പിന്നെ ഫൈനലി നമ്മൾ ബൈ പറഞ്ഞ് 5 മണിയായപ്പോൾ ഇറങ്ങി. ഞങ്ങൾക്ക് ട്രെയിനിൽ പോകണമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഊബർ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ, മെട്രോയിലല്ല പോയത്. അവിടെ ചെന്ന് ഒരു കട്ടൻ ചായ കുടിച്ചു. നമ്മളെ നിത്യ ചേച്ചി ഒരു ചായയും കുടിച്ചു. ഇന്ദുവിനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇന്ദു പറഞ്ഞു എനിക്കൊന്നും വേണ്ട, എനിക്കൊരു കട്ടൻ കുടിക്കാതെ ട്രെയിനിൽ കയറാൻ പറ്റില്ല, രാത്രിയാവും ഇനി എത്താൻ. അപ്പോഴത്തേക്ക് ഇന്ദുവിൻ്റെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും അവിടെ ഉണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷനും ഉണ്ടായിരുന്നു. അവരുമായിട്ടാണ് അവർ നാട്ടിലോട്ട് വരാൻ നിൽക്കുന്നത്. ട്രെയിൻ ഓടുക്കത്തേക്കും
ഒടുക്കത്തെ ക്യൂ എന്ന് വെച്ചാൽ തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. അയ്യോ നിൽക്കാൻ പറ്റാത്ത എൻ്റെ അമ്മ എന്ത് തിരക്കാ. അതും കഴിഞ്ഞ് അവർ രണ്ടുപേരും ഇരുന്നില്ല കേട്ടോ. എനിക്കിരിക്കാൻ സീറ്റ് കിട്ടി. ഞാൻ ഇരുന്ന് ഞങ്ങൾ ലോക്കൽ കമ്പാർട്ട് റൂമിലാണ് കയറിയത്. അപ്പോൾ എനിക്കിരിക്കാൻ സീറ്റ് കിട്ടി, അവർക്ക് സീറ്റൊന്നും കിട്ടിയില്ല. തിരുവല്ല എത്തിയപ്പോൾ നിത്യ ചേച്ചി അങ്ങ് പോയി. രാത്രി 8:30 മണിയായി കേട്ടോ. അപ്പോഴത്തേക്കും കൊല്ലം എത്തിയപ്പോൾ ഇന്ദും പോയി, പിന്നെ ഞാനേ ഉള്ളായിരുന്നു. പരുവരെത്തിയപ്പോൾ ഞാനും ഇറങ്ങി. ഓക്കെ ബൈ ബൈ ടാറ്റ.